ബേസിക്കലി ഈ എംബ്രിയോസ് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ കൺസെന്റോട് കൂടി ലാബിൽ ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പ്രഗ്നന്റ് ആയി അവർക്ക് 2 സെറ്റ് എംബ്രിയോസ് അല്ലെങ്കിൽ 4 എംബ്രിയോസ് ബാക്കിയുണ്ടെങ്കിൽ ആ എംബ്രിയോസ് എന്ത് ചെയ്യണം എന്നൊരു ഡിസിഷൻ അവർക്ക് എടുക്കാം. അപ്പോൾ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, അവർക്ക് സെക്കൻഡ് ബേബിക്ക് വേണ്ടി, 2 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പം അവർക്ക് സെക്കൻഡ് ബേബിക്ക് വേണ്ടിയിട്ട് എടുക്കാം. വൺ തിങ്. സെക്കൻഡ് തിങ്, അത് നമുക്ക് ഡിസ്പോസ് ചെയ്യാം, അതായത് അത് പെരിഷ് ചെയ്യാനായിട്ട് ഉള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. മൂന്നാമത്തത് എന്തെങ്കിലും റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചിട്ട് ഇത് വേറൊരു കപ്പിളിന് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ അങ്ങനത്തെ ധാരാളം സംശയങ്ങളും ടെൻഷനുകളും ഉണ്ട് ആളുകൾക്ക്. പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം, അതായത് വളരെ ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലാബിലും അങ്ങനെ നമ്മുടെ എംബ്രിയോ എടുത്തിട്ട് വേറൊരു പേഷ്യന്റിന് കൊടുക്കില്ല. ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് ലീഗലി അലൗഡ് ഇൻ ഇന്ത്യ. പക്ഷെ പുറത്ത് പല കൺട്രീസിലും ഉണ്ടാവും, അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ചെയ്യുന്നില്ല. പറയാം, ഒരു പുകമറ വരുന്നത് കൊണ്ടാണ് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ വരിക. പിന്നെ ഇങ്ങനെ ഈ എക്സസ് എഗ്ഗിന്റെ കാര്യത്തിൽ, എക്സസ് എംബ്രിയോയുടെ കാര്യത്തിലൊക്കെ കുറെ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ചുറ്റിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു 10 എഗ്ഗ് കിട്ടി. 10 എഗ്ഗ് കിട്ടിയ എല്ലാം നമുക്ക് ഫ്രീസ് ചെയ്യുന്ന സ്റ്റേറ്റിൽ, ഇപ്പം ഓരോ ലാബിന്റെയും പ്രോട്ടോക്കോൾ അനുസരിച്ച് ഡേ 3 അല്ലെങ്കിൽ ഡേ 5 വരെ വളർച്ചയുള്ള, അതായത് 3 days അല്ലെങ്കിൽ 5 days വളർച്ചയുള്ള എംബ്രിയോസ് ആയിട്ടായിരിക്കും നമ്മൾ ഫ്രീസ് ചെയ്യുക. അപ്പോൾ അതിൽ ഇപ്പം ഡേ 2 നമുക്ക് 5 എംബ്രിയോ ഉണ്ടായിരുന്നു. ഡേ 3 3 നല്ലതായിട്ട് വന്ന് നമ്മൾ 3 എംബ്രിയോ ഫ്രീസ് ചെയ്തെങ്കിൽ ബാക്കി 2 എംബ്രിയോയെയും നിങ്ങൾ കൊല്ലുകയാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അതായത് അവർക്ക് ആ ഒരു എല്ലാ എംബ്രിയോസും ജീവൻ ആയിട്ട് വരില്ല എന്നൊരു കൺസെപ്റ്റ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എംബ്രിയോസിനെ ജീവനുണ്ട്, അല്ലെങ്കിൽ അത് ഒരു ജീവനുള്ള ഒരു കാര്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അത് അതെ, ഇമോഷണൽ റിലീജിയസ് കുറെ ആസ്പെക്ട്സ് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അതിന്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം കൊണ്ട് IVF ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്.